പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യം തുറന്ന് പറയുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സുജി. ഇതേ തുടർന്ന് മീൻ ക്ലാസ് മാറ്റുമ്പോൾ ഉള്ള താഴെ വീണതും അതിനുശേഷം അതിലെ കുപ്പിച്ചില്ല് കയ്യിൽ കയറിയതുമായ കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും അല്ലാതെ ഈ കാര്യത്തിൽ യാതൊരു പങ്കും ഇയാൾക്ക് ഇല്ല എന്ന് തുറന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് സുജി. ഇതോടെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് സാഗർ. പക്ഷേ ഇത്രയൊക്കെ സഹായം ചെയ്ത നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വ്യക്തമാക്കുകയും നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞാനാണ് ബലരാമൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് അയാൾ. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ. മാത്രവുമല്ല ഇനിയും കാണാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബലരാമൻ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ എല്ലാവരും ആകെ നടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന ക്രിഷ് അമ്മയുടെ കയ്യിലെ മുറിവ് കാണാൻ ഇടയായിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് സാഗർ. മാത്രവുമല്ല ഇവിടേക്ക് ബലരാമൻ വന്നിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ക്രിഷ്. ബലരാമൻ തിരികെ വന്നെന്നോ? അതെ, അയാൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃഷിന് മനസ്സിലായോ? നിങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ അയാൾ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കാനും തൻ്റെ കഴിവ് എന്താണ് എന്ന് തെളിയിക്കുന്നതിനുമാണ് ഇപ്പോൾ അയാൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു കയറി വന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ക്രിഷ്. ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. അയാൾ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇനി വളരെയധികം ശ്രദ്ധിച്ചു വേണം നേരിടാൻ എന്ന് സാഗർ മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്ന് സാഗർ ദേവ്ജിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ദേവ്ജിയോട് ബലരാമനെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവ്ജി. മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവ്ജി കാര്യങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതിനുള്ള തീരുമാനവുമായിട്ട് തന്നെയാണ് ഇപ്പോൾ അയാൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന സാഗർ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം വീട്ടിലേക്ക് ബലരാമൻ തിരികെ വന്നതിനെ തുടർന്ന് ബാലുവും സുമിത്രയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വളരെ നന്നായി തന്നെ മുന്നിലേക്ക് പോകും എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി സുമിത്ര ഇതേ തുടർന്ന് ബലരാമനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുകയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് പ്ലാനിങ്ങിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ പൂർണ്ണനാശം തന്നെയാണ് എനിക്ക് അവരുടെ കാണേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.
അപ്രതീക്ഷിതമായ ഈ സംഭവം ബാലുവിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അവന്റെ നാശം എനിക്ക് നേരിട്ട് തന്നെ കാണണം എന്ന് ബാലു പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. തിരികെ വീട്ടിലേക്ക് എത്തിയ കൺമണി കൃഷുമായി വീട്ടിൽ തിരികെ വരുമ്പോൾ വണ്ടിയിൽ വെച്ച് ഉണ്ടായ സംഭവത്തെ പറ്റി ആലോചിക്കുകയാണ്. കുറച്ച് എടുത്തുചാട്ടം തനിക്കില്ലേ എന്ന് മനസ്സിലാലോചിക്കുകയും കൃഷ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ വഷളായേനെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ഞാൻ കൃഷ്ണനോട് കുറച്ച് ഹാർഷായി തന്നെയാണ് പെരുമാറിയത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ചെയ്തത് ശരിയായില്ല, അതൊന്ന് കറക്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി. പക്ഷേ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന മനോജാകട്ടെ തിരികെ എത്തിയിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് ബലരാമൻ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇനി കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനോജ് കൺമണിയെ ബലരാമൻ സാർ കാണണം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ജോലിയാണ് കൺമണിക്ക് വേണ്ടി അവിടെ ശരിയാക്കി താൻ വെച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ കൺമണി ചേട്ടന്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മനോജ്. ഇത് കൺമണിയെ വീണ്ടും ധർമ്മസങ്കടത്തിൽ ആക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാകട്ടെ കൃഷ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ആരാണ് ബലരാമൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഒടുവിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അപ്പോഴാണ് അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ബലരാമനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കൃഷിന് സാധിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.